മലയാള സിനിമയെ മാത്രമല്ല ഇന്ത്യൻ സിനിമയെ വരെ ഞെട്ടിച്ചുകൊണ്ടാണ് എമ്പുരാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം 58 കോടി രൂപയാണ് ഈ പ്രീ സെയിലിങ്ങിലൂടെ പ്രീ ബുക്കിങ്ങിലൂടെ മാത്രം ഒരു മലയാള സിനിമ വേൾഡ് വൈഡ് ആയിട്ട് നേടുന്നത്. എനിക്ക് തോന്നുന്നു അതിന്റെ ഈ ബഡ്ജറ്റ് തന്നെ 200-150 കോടിയാണ്. അതൊക്കെ പിടിക്കുമോ, അതെങ്ങനെ പിടിക്കും ഈ ഒരു കൊച്ചു സിനിമ എന്നൊക്കെ ചോദിച്ച ആളുകൾക്ക് ഒരു വലിയ മറുപടിയാണ് ഏകദേശം 60 കോടിക്കകത്ത് ആദ്യ ദിവസങ്ങളിൽ തന്നെ പ്രീ ബുക്കിംഗ് ആയി എന്നുള്ളത്. ഇപ്പോൾ പല റെക്കോർഡുകളും എമ്പുരാൻ മാറ്റിമറിക്കുകയാണ്. ഇത് ഒരു മലയാള സിനിമ എന്നതിൽ ഉപരിയായിട്ട് മലയാളത്തിന്റെ കേരളത്തിന്റെ ഈ ഇൻഡസ്ട്രി ഉണ്ടല്ലോ, സിനിമ ഇൻഡസ്ട്രിക്ക് തന്നെ വലിയ കരുത്ത് നൽകുന്ന ഒരു തരത്തിലേക്ക് എമ്പുരാൻ മാറുകയല്ലേ? തീർച്ചയായിട്ടും ഒരു ബ്രഹ്മാണ്ഡ ചലച്ചിത്രമായി എന്ത് ചെയ്യുന്നു എമ്പുരാന്റെ അവതരണം. അതായത് എങ്ങനെയാണോ എമ്പുരാൻ എന്ന ചലച്ചിത്രത്തെ അതിന്റെ സംവിധായകനും അതോടൊപ്പം തന്നെ ഈ പറയുന്ന അതിന്റെ പ്രൊഡക്ഷൻ നിർവഹിച്ചവരും അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളും മലയാളികളോട് പറഞ്ഞത് അത് സത്യമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ നമ്മളുള്ളതെന്ന് പറയുന്നത്. കാരണം ആ സിനിമയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രതീക്ഷയോടുകൂടിയാണ് മലയാളികളും അതോടൊപ്പം തന്നെ മലയാള സിനിമയെന്ന് മാത്രം പറയണ്ട, ഇന്ത്യൻ സിനിമാ ലോകം എന്ന് തന്നെ പറയണം. കാരണം അത്രമാത്രം എന്ത് ചെയ്യുന്നു ആ ഒരു സിനിമ, അതായത് മലയാളം പോലെ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഒരു ചെറിയ വിഭാഗമാണ് മലയാളികൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മലയാളം സംസാരിക്കുന്നവർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ജനത ആവിഷ്കരിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ഒരു ആവിഷ്കാരത്തിന്റെ പതിപ്പായിട്ടുള്ള ഒരു ചലച്ചിത്രം ഇന്ത്യയിൽ തന്നെ വലിയൊരു വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാര്യം ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ എന്താണ് പ്രീ ബുക്കിംഗ് ഇനത്തിൽ വലിയ രീതിയിലുള്ള ഒരു വരുമാനമാണ്. കാരണം ഈ ഒരു ചലച്ചിത്രത്തെ നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറെ കാലഘട്ടമായി എന്ത് ചെയ്യുന്നു മലയാളികൾ ആഗ്രഹിച്ച, അല്ലെങ്കിൽ ഈ പറയുന്ന മലയാളികൾ പണ്ട് നമുക്കറിയാം പല മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ലാലേട്ടന്റെ സിനിമകളെ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് കുറെ 10-20 അല്ലെങ്കിൽ 2 പതിറ്റാണ്ടുകളായി അല്ലെങ്കിൽ 3 പതിറ്റാണ്ടുകളായി മലയാളികൾ എന്ത് ചെയ്യുന്നു അവരുടെ ഒരു ആരാധനാ കഥാപാത്രമായിട്ട് അല്ലെങ്കിൽ ഒരു ഹീറോയിനായിട്ട് എന്ത് ചെയ്തു മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തിയെ, ഈ പറയുന്ന ഒരു മഹാനടനെ എന്ത് ചെയ്യപ്പെടുന്നു അവരുടെ മനസ്സിലും അല്ലെങ്കിൽ അവരുടെ ഒരു നെഞ്ചിലേറ്റിയ ആ മോഹൻലാലിന്റെ ഒരു യഥാർത്ഥത്തിൽ ഇതുവരെ ഉള്ളതിൽ വെച്ച് ഏറ്റവും വലിയൊരു വിശ്വരൂപമാണ് എമ്പുരാനിലേക്ക് വരുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ മലയാളികൾ അതെന്ത് ചെയ്യുന്നു ഇരു കൈയും നീട്ടിയാണ് എന്ത് ചെയ്യുന്നത് സ്വീകരിക്കുന്നത്. മലയാള സിനിമയെ നോക്കുമ്പോൾ എന്താണ് മോഹൻലാൽ എന്ന് പറയുന്ന ഒരു നടന്റെ അദ്ദേഹത്തിന് ഇപ്പോൾ പലതരത്തിലുള്ള പ്രശ്നങ്ങളും ചിലപ്പോൾ എന്താണ് അദ്ദേഹത്തിന് ഈ താടി എടുത്താൽ അഭിനയിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ മോഹൻലാലിന്റെ അഭിനയമൊക്കെ പോയി എന്നൊക്കെ പറഞ്ഞ ആളുകൾക്ക് ഒരു വലിയ തിരിച്ചടി തന്നെയാണ്. തിരിച്ചടി എന്ന് പറയാൻ പറ്റില്ല, കാരണം വളരെ ചെറിയ ഫാനോളികളും ആളുകളും ഒക്കെയാണ് ഇത് പറയുന്നത്. മമ്മൂട്ടി ആയാലും മോഹൻലാൽ ആയാലും മലയാളത്തിന്റെ മഹാനടന്മാരാണ്. അപ്പോൾ ഇവരെ വെച്ചൊക്കെ ഫാൻ വൈറ്റ് നടത്തി ഇവരെയൊക്കെ ഇങ്ങനെ ആക്ഷേപിച്ചുകൊണ്ടിരുന്ന ആളുകൾക്കൊക്കെ ഒരു വലിയ മറുപടി കൂടിയല്ലേ ഇത്? തീർച്ചയായിട്ടും രാജാവിന്റെ മകനായാലും 20-ാം നൂറ്റാണ്ടായാലും 6-ാം തമ്പുരാനായാലും നരസിംഹോ ആയാലും അങ്ങനെ രാവണപ്രഭു, അങ്ങനെ ഈ പറയുന്ന ദേവാസുരം, അങ്ങനെ മലയാളികൾ നെഞ്ചിലേറ്റിയ മലയാളികളുടെ അതാണ് നമ്മുടെ ഒരു പ്രതിരൂപം അല്ലെങ്കിൽ ആരാധനാ പുരുഷൻ. എങ്ങനെയാണ് ഒരു ആർജവമുള്ള, എങ്ങനെയാണ് എന്താണ് നമ്മുടെ ഈ പറയുന്ന ഒരു പൗരുഷ്യത്തിന്റെ പ്രതീകമായിട്ടാണ് മോഹൻലാലിനെ പലപ്പോഴും എന്ത് ചെയ്തിട്ടുള്ളത് നമ്മൾ മലയാളികൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ ലൂസിഫറിന് ശേഷം എന്ത് ചെയ്യുന്നു മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ദൃശ്യം പോലെയുള്ള പല സിനിമകളും ഇറങ്ങിയിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ കൃത്യമായിട്ടുള്ള ഒരു മെഗാസ്റ്റാർ, അതായത് ഈ പറഞ്ഞ മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം മോഹൻലാലിന്റെ എത്ര കോടിയിൽ ഔന്നത്യത്തിലേക്ക് ഉയരുന്ന ഒരു കഥാപാത്രത്തെ വളരെ കുറെ കാലങ്ങളായിട്ട് എന്ത് ചെയ്യുകയായിരുന്നു മലയാളികൾ കാത്തിരിക്കുകയായിരുന്നു. അപ്പൊ അതിനുശേഷം പല സിനിമകൾ വന്നിട്ടുണ്ട്. അതായത് ചില സിനിമകൾ എന്ത് ചെയ്തിട്ടുണ്ട് വിജയിച്ചിട്ടുണ്ട്, ചില സിനിമകൾ എന്ത് ചെയ്യപ്പെട്ടു പരാജയപ്പെട്ടിട്ടുണ്ട്. എങ്കിൽ പോലും അവരിലൊന്നും തന്നെ മലയാളികൾ ഇത്രത്തോളം പ്രതീക്ഷ എന്ത് ചെയ്തില്ല അർപ്പിച്ചിട്ടില്ല. കാരണം എമ്പുരാന്റെ ഷൂട്ടിംഗ് തുടങ്ങിയ മുതൽക്ക് തന്നെ ഈ സിനിമയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളും വിവാദങ്ങളും അല്ലെങ്കിൽ ഈ പറയുന്ന ഇതിന്റെ സസ്പെൻസുകളും കഥയിലെയും അല്ലെങ്കിൽ ഈ പറയുന്ന അതിന്റെ ചിത്രീകരണത്തിലെയും അല്ലെങ്കിൽ അതിന്റെ സംവിധാനത്തിലും അല്ലെങ്കിൽ പ്രൊഡക്ഷനിലും ഒക്കെ ആദ്യ അവസാനം വരെ എമ്പുരാനിൽ എന്താണ് സസ്പെൻസുകൾ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ സസ്പെൻസുകൾക്ക് പുറകെ മലയാളികൾ എന്ത് ചെയ്യുന്നു ഇരു കൈയും നീട്ടി സ്വീകരിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ ഇരു കൈയും നീട്ടി എന്ത് ചെയ്യുന്നു പ്രേക്ഷകർ. അവിടെ എനിക്ക് തോന്നുന്നു ഈ പറയുന്ന മോഹൻലാലിന്റെ ഫാൻസ് മാത്രമല്ല മുഴുവൻ, അല്ലെങ്കിൽ മോഹൻലാലിന്റെ ഫാൻസ് മാത്രം സ്വീകരിച്ചാൽ ഇത്രയും വലിയ പ്രീ ബുക്കിംഗ് ഒന്നും എന്തില്ല കേരളത്തിൽ ഉണ്ടാവത്തില്ല. അപ്പൊ മലയാള സിനിമയെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ മലയാള സിനിമയെ പ്രോത്സാഹിപ്പിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഒരു മലയാളത്തിന്റെ പൗരുഷത്തെ അല്ലെങ്കിൽ മലയാളത്തിന്റെ ആർജവത്തെ ദർശിക്കാൻ കഴിയുന്ന മുഴുവൻ ആളുകളും ഇന്ന് എമ്പുരാനെ എന്ത് ചെയ്യപ്പെടുകയാണ് ആഘോഷിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്. ഒരു കാര്യം വളരെ വ്യക്തമാണ്. കാര്യം പൃഥ്വിരാജിന്റെയും അല്ലെങ്കിൽ ഈ പറയുന്ന അദ്ദേഹത്തിന്റെ ഈ പറയുന്ന ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള മുൻ ചരിത്രങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എമ്പുരാൻ എന്ന് പറയുന്നത് ഒരു വലിയ ഒരു ആക്ഷൻ
ത്രില്ലറായി മാറിക്കാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. അത് വലിയ വിജയത്തിലേക്ക് എത്താനാണ് എല്ലാ സാധ്യതകളും. തീർച്ചയായിട്ടും ഇതില് പൃഥ്വിരാജിന്റെ ഒരു കാര്യം നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട്. കാരണം അദ്ദേഹം കുറെ വർഷങ്ങൾക്ക് മുമ്പ് സിനിമയിലൊക്കെ വന്ന് കുറച്ച് മുമ്പോട്ടെത്തിയ സമയത്ത് അദ്ദേഹം കുറെ ഇന്റർവ്യൂകളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അദ്ദേഹം വളരെയധികം പരിഹസിക്കപ്പെട്ടു, അദ്ദേഹത്തിന് ചില ഇരട്ടപ്പേരുകളൊക്കെ വിളിച്ച് കളിയാക്കി. പക്ഷെ അന്ന് അദ്ദേഹം കൊടുത്ത ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, എനിക്ക് മലയാള സിനിമയുടെ അംബാസഡറായി മാറണം എന്നതാണ് എൻ്റെ സ്വപ്നം. അതുപോലെ തന്നെ ഞാൻ സംവിധാനം ചെയ്യുന്ന ഒരു സിനിമ ഇന്ത്യ മൊത്തം സ്വീകരിക്കുന്ന ഒരു രീതിയിലേക്ക് പാൻ ഇന്ത്യൻ മൂവി എടുക്കുക എന്നത് എൻ്റെ വലിയൊരു സ്വപ്നമാണ് എന്ന് പറഞ്ഞു. അന്ന് ഇതൊക്കെ നമുക്ക് തന്നെ സ്വപ്നമാണ്. അന്ന് പൃഥ്വിരാജിനെ വളരെ വലിയ വിധത്തിൽ എന്താക്കി പല ആളുകളും ട്രോളി, പല പ്രശ്നങ്ങളുണ്ടായി, പല വിധത്തിലും അദ്ദേഹത്തെ പരിഹസിക്കാൻ നിന്ന ആളുകളുണ്ട്. പക്ഷെ ഇന്ന് ഒരർത്ഥത്തിൽ എന്താണ് പറയുക, മലയാള സിനിമയുടെ അംബാസഡർ തന്നെയായി പൃഥ്വിരാജ് ലോക സിനിമയ്ക്ക് മുമ്പിൽ നിൽക്കുന്ന കാഴ്ചയിൽ നമ്മൾ കാണുന്നത്. തീർച്ചയായിട്ടും പൃഥ്വിരാജിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ സിനിമ ചരിത്രത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സിനിമ ബയോഗ്രഫിയിൽ ഒരു വലിയ മാറ്റത്തിനാണ് എന്ത് ചെയ്യുന്നത്. തന്നെ സംബന്ധിച്ചിടത്തോളം അഭിനേതാവ് മാത്രമല്ല, പുള്ളി പ്രൊഡക്ഷന് അല്ലെങ്കിൽ എല്ലാ മേഖലകളിലും, അതായത് സിനിമയിൽ താൻ കൈവച്ച എല്ലാ മേഖലകളും എന്താണ് തന്നോടൊപ്പം വരുമെന്ന ഒരു വലിയ മെസ്സേജ് ആണ് പൃഥ്വിരാജ് ഈ ഒരു ചിത്രത്തോടു കൂടി എന്ത് ചെയ്യുന്നത് മലയാളികൾക്ക് നൽകിയിട്ടുള്ളത്. അപ്പൊ അതിന്റെ കൃത്യമായി അത് ഓരോ ഘട്ടത്തിലും പൃഥ്വിരാജിന്റെ പ്രതികരണങ്ങളും അല്ലെങ്കിൽ ഈ പറയുന്ന പൃഥ്വിരാജിന്റെ മറുപടികളും അതൊക്കെ തന്നെ മലയാളികൾ എന്ത് ചെയ്യുന്നു, വളരെ പോസിറ്റീവായിട്ടാണ് അദ്ദേഹത്തെ എന്ത് ചെയ്യുന്നത് കാണുന്നത്. അപ്പോൾ ഈ സിനിമ തന്നെ പല പ്രതിസന്ധികളിലൂടെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, കടന്നു വന്നിട്ടുള്ളത്. അപ്പോൾ അതിന്റെ ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ടും അല്ലെങ്കിൽ അതിന്റെ പ്രൊഡക്ഷൻ ടീമുകൾ പിന്മാറിയ കാലഘട്ടം. പക്ഷെ ഒരിടത്തും എന്ത് ചെയ്യപ്പെടുന്നില്ല, പൃഥ്വിരാജ് എന്ന് പറയുന്ന ആ മഹാനടന്റെ അല്ലെങ്കിൽ ഈ പറയുന്ന പൃഥ്വിരാജ് എന്ന് പറയുന്ന സംവിധായകന്റെ അല്ലെങ്കിൽ ഈ പറയുന്ന പ്രൊഡ്യൂസറുടെ എന്ത് ചെയ്യുന്നില്ല, ഫേസ് ഒരിടത്തും എന്ത് ചെയ്യപ്പെടുന്നില്ല, മങ്ങി നമ്മൾ കാണുന്നില്ല. അതിനെയൊക്കെ ആർജവത്തോടു കൂടിയാണ് എന്ത് ചെയ്യുന്നത് പൃഥ്വിരാജ് നേരിടുന്നത്. എനിക്ക് തോന്നുന്നു ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം ലാലേട്ടന്റെ സിനിമാ ചരിത്രത്തിൽ ഇത് ആദ്യത്തെ സിനിമയൊന്നും അല്ല. പുള്ളി ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം നിരവധി സിനിമകൾ എന്ത് ചെയ്തിട്ടുണ്ട്, വെല്ലുവിളികളെയും അല്ലെങ്കിൽ പ്രതിസന്ധികളെയും ഒക്കെ അതിജീവിച്ച് തന്നെയാണ് മോഹൻലാൽ ഈ പറയുന്ന മോഹൻലാലായി ഇന്നും നിലനിൽക്കുന്നത്. പക്ഷെ പൃഥ്വിരാജിനെ സംബന്ധിച്ചിടത്തോളം പൃഥ്വിരാജിന് എല്ലാ മേഖലകളിലും, അതായത് ഒരു പ്രത്യേകമായ രീതിയിലേക്ക് പൃഥ്വിരാജിന്റെ ഒരു കരിയർ ഈ ഒരു സിനിമയോട് കൂടി മാറ്റപ്പെട്ടു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. തീർച്ചയായിട്ടും നമ്മൾ ചർച്ച ചെയ്യേണ്ട മറ്റൊരു മേഖല കൂടിയുണ്ട്. ഇതിന്റെ സാമ്പത്തികപരമായിട്ടുള്ള ഒരു ആസ്പെക്ട് ഉണ്ട്. അതായത് കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയൊക്കെ നമുക്കറിയാം. നമ്മൾ ഓരോ ദിവസവും കൂടുന്ന സമയത്തും നമ്മൾ എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, സാമ്പത്തികമായി മെച്ചപ്പെടണം, അതിന് വലിയ വികസനങ്ങൾ വേണം, വലിയ കച്ചവടങ്ങൾ വേണം, വലിയ കാര്യങ്ങൾ വേണം. ഈ സിനിമ എന്ന് പറയുന്നത് വലിയ കച്ചവടമാണ്, വലിയ ബിസിനസ്സാണ്. അപ്പോൾ ഈ ആദ്യത്തെ 50 കോടി മോഹൻലാലാണ് സ്റ്റാർട്ട് ചെയ്തെങ്കിൽ ഈ എന്താണ് ഒരു 100, 250, 300 കോടിയോ മോഹൻലാലിൽ എത്തിക്കുമെന്നാണ് പറയുന്നത്. അത് എത്തിക്കുമ്പോൾ ഇതിന്റെ ഒരു വലിയ ഭാഗം എങ്ങോട്ടാണ് വരുന്നത്, കേരളത്തിലോട്ടാണ് വരുന്നത്. കേരളത്തിലേക്ക് പണം വരുന്ന സമയത്ത് കേരളത്തിൽ തന്നെ ആ പണം ചെലവഴിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കി സാമ്പത്തികമായിട്ട് വലിയൊരു രീതിയിലേക്ക് ഒരു ഇൻഡസ്ട്രി ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു വശം കൂടി അവിടെ ഇല്ലേ? സാമ്പത്തികമായിട്ട് ഇൻഡസ്ട്രി മുഴുവനായി ഉയരുമെന്ന് നമുക്ക് കരുതാൻ സാധിക്കുകയില്ല. പക്ഷേ എന്ത് ചെയ്യുന്നു, ഇപ്പോൾ ഈ പറയുന്ന സിനിമയിലേക്ക് പണം ഇറക്കാൻ മടിച്ചു നിൽക്കുന്ന അല്ലെങ്കിൽ സിനിമാ വ്യവസായം തകർന്നു പോകും അല്ലെങ്കിൽ തകർച്ചയിലാണ്, മലയാള സിനിമയ്ക്ക് പ്രതീക്ഷയില്ല, അല്ലെങ്കിൽ മലയാള സിനിമ നിർമ്മിക്കാൻ ഇറങ്ങിയാൽ പരാജയത്തിലേക്ക് വന്ന് പടുകുഴിയിലേക്ക് വീഴപ്പെടുമെന്നുള്ള ഒരു മനോഭാവം അല്ലെങ്കിൽ ഒരു ധാരണ നമ്മുടെ ഈ പറയുന്ന സമൂഹത്തിലും അല്ലെങ്കിൽ ഈ പറയുന്ന ഇൻഡസ്ട്രിയിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ആ ധാരണകളെയൊക്കെ തന്നെ എമ്പുരാൻ പൊളിച്ചെഴുതുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്നേ സംബന്ധിച്ചിടത്തോളം ഇത് കൃത്യമായി ധൈര്യപൂർവ്വം എത്ര കോടി രൂപയും അല്ലെങ്കിൽ ഈ പറയുന്ന ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങൾ അല്ലെങ്കിൽ മഹാനടന്മാരെ, ഇതിഹാസ നടന്മാരെ, മോഹൻലാലായാലും മമ്മൂട്ടിയായാലും അങ്ങനെയുള്ള നടന്മാരെയൊക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സിനിമ ഇറക്കാൻ അല്ലെങ്കിൽ സിനിമ എടുക്കാൻ നമുക്ക് സാധിച്ചാൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്ന് ഇൻഡസ്ട്രിയെ ബോധ്യപ്പെടുത്തുന്ന ഒരു കണക്ക് ഇതിലൂടെ ഉണ്ടായിട്ടുണ്ട്. അത് ഇൻഡസ്ട്രിക്ക് മുഴുവൻ എന്താണ് ഈ കാര്യത്തിൽ വലിയ ഒരു നേട്ടമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും.